അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. തൻ്റെ മകളുടെ ആ ഒരു ക്ഷീണം, അവളുടെ പ്രയാസങ്ങൾ, അവളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ തികച്ചും അതാ മായയുടെ അമ്മ പ്രയാസപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് അവർ തൻ്റെ മകൾക്ക് എന്ത് പറ്റി എന്നറിയുവാൻ വേണ്ടി പണിക്കരുടെ വീട്ടിലേക്ക് പോകുന്നത്. എന്നാൽ പണിക്കരുടെ വീട്ടിലേക്ക് പോകുന്നത് തികച്ചും അവൾ തടഞ്ഞിരുന്നു. വേണ്ടമ്മേ, അങ്ങോട്ടൊന്നും പോകണ്ട. എന്തിനാ അങ്ങോട്ട് പോകുന്നത്? എൻ്റെ മോളെ, ഇതിപ്പോൾ ഇന്നും ഇന്നലെയല്ല, കുറച്ച് ദിവസമായി ഞാനിത് ശ്രദ്ധിക്കുന്നു. മോൾക്ക് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ. എന്നാൽ മകളുടെ വാക്ക് വകവെക്കാതെ ആ അമ്മ പോകുന്നു. കല്ലും മുള്ളും നിറഞ്ഞ ആ ഇടവഴിയിൽ അപ്പോൾ പെയ്യുന്നുണ്ടായിരുന്നത് വെറുമൊരു ചാറ്റൽ മഴ മാത്രമായിരുന്നില്ല. അതെ, ആ അമ്മയുടെ മനസ്സിൽ പെയ്തിറങ്ങിയ ആശങ്കകളുടെ പെരുമഴ കൂടിയായിരുന്നു. അതുവഴി നീണ്ടു നിവർന്ന് കിടക്കുന്ന പാടവരമ്പുകൾ, കറുത്തിരുണ്ട മേഘങ്ങൾ ആകാശത്ത് തടിച്ചുകൂടിയിരിക്കുന്നു. കാറ്റടിക്കുമ്പോൾ ചേമ്പിലകളിൽ വീണ് ചിതറുന്ന മഞ്ഞുതുള്ളികൾ പോലെ മായയുടെ അമ്മയുടെ മനസ്സിലും ഉള്ളിലെ ഭയവും എല്ലാം വിറക്കുകയായിരുന്നു. തൻ്റെ ഒരേ ഒരു മകൾ മായ, ഈയിടെയായി അവളിൽ വന്ന മാറ്റങ്ങൾ ആ അമ്മയുടെ ഉറക്കം കെടുത്തിയിട്ട് നാളുകളേറെയായി. പണ്ടൊക്കെ വീട്ടിലെപ്പോഴും ചിരിയും കളികളുമായി നിന്നിടുന്ന കുട്ടി ഇപ്പോൾ എപ്പോഴും ഏകാന്തത ഇഷ്ടപ്പെടുന്നു. മുറി അടച്ചിട്ടിരിക്കുന്നു. ബാങ്ക് കേൾക്കുമ്പോൾ അത് സൈലൻ്റായിട്ട് കേൾക്കുന്നു. ആരുടെ മുഖത്ത് നോക്കാതെ എന്തൊക്കെയോ ചിന്തകളിൽ മുഴുകി കഴിയുന്നു. ആരോടും പറയാനാവാതെ എന്തോ ഒരു വലിയ മാറ്റം അവളിൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നാട്ടുനടപ്പനുസരിച്ച് കാര്യങ്ങൾ അറിയാൻ ആ ഗ്രാമത്തിലെ പ്രശസ്തനായ കണിയാന്മാരുടെ പണിക്കരുടെ അടുത്തേക്ക് ആ അമ്മ യാത്ര ചിരിച്ചത്. ചളി നിറഞ്ഞ പാടവരമ്പിലൂടെ കാലടികൾ പതറാതെ നടക്കാൻ ശ്രമിക്കുമ്പോഴും മായയുടെ അമ്മയുടെ മനസ്സിൽ മകളുടെ നിഗൂഢമായ പെരുമാറ്റങ്ങളായിരുന്നു. പണിക്കരുടെ വീടിനടുത്ത് എത്താറായപ്പോൾ അവരുടെ നെഞ്ചിടിപ്പ് കൂടി. ചാണകം മെഴുകിയ ഉമ്മറവും തെങ്ങിനോല മേഞ്ഞ ചെറിയൊരു കൂരയുമാണ് പണിക്കരുടേത്. ചുറ്റും കാടും ചെടികളും നിറഞ്ഞ പ്രകൃതി. അതെ, ആ അന്തരീക്ഷം തന്നെ ഒരു ഭയത്തിൻ്റെ നിഴൽ വീഴ്ത്തുന്നതായിരുന്നു. വീടിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു തെങ്ങിൻ ചുവട്ടിൽ അതെ അവർ അല്പസമയം നിന്നു. പണിക്കർ അകത്തുണ്ടോ ഇല്ലയോ എന്ന് അറിയാതെ ഒരു മടി. വീടിൻ്റെ അകത്തു നിന്ന് ധൂപത്തിൻ്റെയും ചന്ദനത്തിരിയുടെയും സുഗന്ധം വരുന്നുണ്ടായിരുന്നു. അവർ മടിച്ചു നിൽക്കുന്നത് കണ്ട് അകത്തു നിന്ന് ആ ഗാംഭീര്യമുള്ള ശബ്ദം പുറത്തേക്ക് വന്നു. ആരാത് പുറത്ത് നിൽക്കുന്നത്? മടിക്കണ്ട, ഇങ്ങോട്ട് കയറി വരൂ. പണിക്കർ അവരെ കണ്ടിരുന്നില്ല, എങ്കിലും ആരോ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞതുപോലെ തോന്നി. അവർ ഭയത്തോടെയും ആദരവോടെയും ഉമ്മറത്തേക്ക് കയറിപ്പറ്റി. നായർ തറവാട്ടിലെ പ്രായം ചെന്ന നരച്ച മുടിയും കണ്ണുകളിൽ ജ്വലിക്കുന്ന ചൈതന്യവുമുള്ള പണിക്കർ തടികൊണ്ടുള്ള പീഠത്തിലിരിക്കുകയായിരുന്നു. മായയുടെ അമ്മയെ കണ്ടപ്പോൾ അദ്ദേഹം ശാന്തമായി ചോദിച്ചു, എന്താ കൊച്ചേ, ഈ കട്ട മഴയത്ത് എന്താ ഇത്ര വലിയ ധൃതി? മുഖത്തൊരു പേടി തിളഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ. അത് പണിക്കരെ, മായയുടെ അമ്മയുടെ ശബ്ദം ഇടറി. എൻ്റെ മോൾ മായ, അവൾക്ക് ഈയിടെയായിട്ട് എന്തൊക്കെയോ മാറ്റങ്ങൾ. പണ്ടത്തെ പോലെയൊന്നുമല്ല, ഒന്നും തുറന്നു പറയുന്നില്ല. എപ്പോഴും ഒരു അകലത്തിലാണ്. അവളുടെ ജീവിതത്തിൽ എന്തോ വലിയ കാര്യം നടക്കാൻ പോകുന്നു എന്നെൻ്റെ ഉള്ളം പറയുന്നു. അതാ ഞാൻ. പണിക്കർ ദീർഘനിശ്വാസം എടുത്തു. ശരി, മോളുടെ നാളും പേരും മാതാപിതാക്കളുടെ നാളും പേരും നമുക്കൊന്ന് അവിടെ നിർത്തി നോക്കാം. അതൊന്ന് പറയൂ. മായയുടെ അമ്മ മകളുടെ നാളും പേരും ഭയത്തോടെ പറഞ്ഞു കൊടുത്തു. അവളുടെ പേര് മായ, പിന്നെ അവളുടെ നാള് അശ്വതി. പണിക്കർ തൻ്റെ കയ്യിലുള്ള തുണിസഞ്ചിയിൽ നിന്നും തിളങ്ങുന്ന ആ വെളുത്ത കവടികൾ പുറത്തെടുത്തു. പൂജാമുറിയിലെ വിളക്കിൻ്റെ വെളിച്ചത്തിൽ ആ കവടികൾ തിളങ്ങി. അദ്ദേഹം മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് കവടികൾ മുകളിലേക്ക് എറിഞ്ഞു. പിന്നീട് തറയിൽ നിരത്തി. ഒരു നിമിഷം, 2 നിമിഷം. പണിക്കരുടെ മുഖത്തെ ശാന്തത മാറി. അവിടെ ഒരു ഗൗരവം നിഴലിച്ചു. അദ്ദേഹം വീണ്ടും കവടികൾ എടുത്ത് ഒന്നുകൂടി നിരത്തി. മായയുടെ അമ്മ അതെ ശ്വാസമടക്കി പിടിച്ച് ആ കൈകളിലേക്ക് തന്നെ നോക്കിയിരുന്നു. എന്താണ് കവടിയിൽ തെളിയുന്നത്? പണിക്കർ കണ്ണുകളടച്ച് ധ്യാനത്തിലിരുന്നു. പിന്നീട് കണ്ണുകൾ തുറന്ന് അവരുടെ മുഖത്തേക്ക് നോക്കി. ആ മായയുടെ അമ്മേ, കുട്ടിയുടെ ഉള്ളിലുള്ള പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് കവടിയിൽ തെളിയുന്നത്. ഞാനത് തുറന്നു പറയട്ടെ? പറയൂ പണിക്കരെ, എന്താണെങ്കിലും പറയൂ. അല്ല, കുട്ടിയുടെ കല്യാണം കഴിഞ്ഞതാണോ? ഹേയ് ഇല്ല പണിക്കരെ, അവൾ പഠനം കഴിഞ്ഞ് നിൽക്കുകയേ ഉള്ളൂ. അവളിപ്പോൾ തുന്നലിലൊക്കെ. പണിക്കർ തലയാട്ടി. എന്നാലേ
ഒന്നാമത്തെ കാര്യം, കുട്ടി സ്വന്തം മതവും വീടും വിട്ടു പോകാനുള്ള വലിയൊരു സാധ്യത തെളിഞ്ഞു കാണുന്നുണ്ട്. അവളുടെ മനസ്സിൽ ആഴത്തിലൊരു പ്രണയം വന്ന് ചേർന്നിട്ടുണ്ട്. അത് വെറുമൊരു പ്രണയമല്ല, അവളുടെ ചിന്തകളെയും ജീവിതത്തിലെയും പൂർണ്ണമായി മാറ്റിയെഴുതിയ പ്രണയം. അത് കേട്ടതും അതെ, ആ അമ്മയുടെ കാൽ കീഴിലെ മണ്ണ് ഒലിച്ചു പോകുന്ന പോലെ തോന്നി. അവർ ഞെട്ടിത്തെറിച്ചു പോയി. പ്രണയമോ? മായക്കോ? അതെ, പണിക്കർ ഗൗരവത്തിൽ തുടർന്നു. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. കുട്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ? നേരിട്ട് കണ്ട ഒന്നും കൂടി കാര്യങ്ങൾ വ്യക്തമാകും. അയ്യോ, കുട്ടി ഇങ്ങോട്ട് വരില്ല പണിക്കരെ. അവൾ ആകെ മാറിയിരിക്കുകയാണ്. എൻ്റെ കൂടെ ഇറങ്ങാൻ പോലും അവൾക്ക് കൂട്ടാക്കുന്നില്ല, അവർ വിതുമ്പി. എന്നാൽ പിന്നെ ഒരൊറ്റ കാര്യം കൂടെ എനിക്ക് പറയാണ്ട് പത്മാവതി. പണിക്കർ പീഠത്തിൽ അല്പം മുന്നോട്ട് ആഞ്ഞിരുന്നു. ഞാനിത് മോശമാക്കി പറയുകയാണെന്ന് വിചാരിക്കരുത്. കുട്ടിയോട് നേരിട്ട് ചോദിച്ചാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. അതായത് കുട്ടിക്ക് ഒരു മുസ്ലിം ചെറുപ്രായക്കാരനോടാണ് പ്രണയം. ആ ഇഷ്ടം വെറുമൊരു പ്രണയമായി അവളിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. താനൊരു മുസ്ലിമാകണം, മുസ്ലിം ആചാരങ്ങൾ പിന്തുടരണം എന്നുള്ള ചിന്തയൊക്കെ അവളുടെ മനസ്സിൽ ബലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവൾ ആ മതം സ്വീകരിക്കാൻ മാനസികമായി തയ്യാറായി കഴിഞ്ഞു. പത്മാവതിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകിയിറങ്ങി. എൻ്റെ ഭഗവാനെ, എന്തൊക്കെയാണ് ഞാൻ കേൾക്കുന്നത്? ഇതൊന്നുമല്ല പത്മാവതി. പണിക്കർ തൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് ശബ്ദം അല്പം താഴ്ത്തി പറഞ്ഞു. വലിയൊരു രഹസ്യം കൂടി ഇതിന് പിന്നിലുണ്ട്. അത് കേട്ട് നിങ്ങൾ ഞെട്ടരുത്. ഇതിനകം തന്നെ അവളും ആ ചെറുപ്പക്കാരനും തമ്മിൽ... പണിക്കരുടെ വാക്കുകൾ അവിടെ പൂർണ്ണമാകുന്നതിന് മുൻപ് തന്നെ പത്മാവതി തൻ്റെ നെഞ്ചിൽ കൈവച്ച് അവിടുത്തെ തറയിലേക്ക് തളർന്നിരുന്നു പോയി. പുറത്ത് ചാറ്റൽ മഴ ശക്തി പ്രാപിച്ച് പെരുമഴയായി പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. മായയുടെ മാറിയ പെരുമാറ്റങ്ങൾക്ക് പിന്നിലെ ഭയാനകമായ സത്യം തൻ്റെ മുമ്പിൽ തുറക്കപ്പെട്ടതിൻ്റെ ഞെട്ടലിൽ അമ്മ ദൈവത്തെ വിളിച്ച് കരയുകയായിരുന്നു. പണിക്കരുടെ ആ വാക്കുകൾ കേട്ട് പത്മാവതി ധരിച്ചിരിക്കുകയായിരുന്നു. ഉമ്മറപ്പടിയിൽ വീഴുന്ന ചാറ്റൽ മഴയുടെ തണുപ്പ് അവളുടെ തളർന്നു പോയ ശരീരത്തിലേക്ക് പടർന്നു കയറി. അപ്പോഴും പണിക്കർ കവടികൾ വീണ്ടും ഒന്നുകൂടി ഉരുട്ടി തറയിലേക്ക് നിരത്തിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് മുൻപെങ്ങുമില്ലാത്ത വിധം ഒരു ഗൗരവം നിഴലിച്ചിരുന്നു. പത്മാവതിയുടെ ആദ്യമുള്ള മുഖത്തേക്ക് കണ്ണുകൾ നട്ടുകൊണ്ട് പണിക്കർ വീണ്ടും സംസാരിച്ചു തുടങ്ങി. പത്മാവതി, ഞാനിവിടെ കാണുന്ന ഒന്നാമത്തെ കാര്യം മാത്രമല്ല പ്രശ്നം. കുട്ടിയുടെ മനസ്സ് മാറിയത്, ആ കുട്ടിയുടെ ജീവിതം ഇങ്ങനെ തലക്കീഴായി മറിയാൻ കാരണം ഇതിലും വലിയൊരു മാറ്റം മറ്റൊരു സംഭവമാണ്. അല്ല, കുട്ടി കഴിഞ്ഞ മാസങ്ങളിലായിട്ട് എവിടെയായിരുന്നു? ഏതെങ്കിലും വലിയൊരു പുരാതന തറവാട്ടിൽ പോയി താമസിച്ചിരുന്നോ? പത്മാവതി പെട്ടെന്ന് അതോർത്തു കണ്ണീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. അതേ പണിക്കരെ, 1-2 മാസമായിട്ടില്ല, ഒരു 1.5 മാസമായിട്ടുള്ളൂ. അവൾ ഒരു തറവാട്ടിൽ കുറച്ച് ദിവസം നിന്നിരുന്നു. അതായത് വീട്ടുജോലിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ശരിക്കും അവൾ ഒരു 3-4 മാസത്തോളം തുടർച്ചയായി അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ചെറുപ്പം മുതൽ അവൾ എൻ്റെ കൂടെ പോരുമായിരുന്നു. ആ പണിക്കർ ദീർഘനിശ്വാസമെടുത്ത് തലയാട്ടി. അവിടെ നിന്നാണ് എല്ലാത്തിൻ്റെയും തുടക്കം. ആ വലിയ തറവാട്ടിൽ എന്തൊക്കെയോ ദുരൂഹമായ ആത്മാംശങ്ങളും ശക്തികളും കുട്ടിയുടെ ശരീരത്തിലേക്കും മനസ്സിലേക്കും കയറി കൂടിയിട്ടുണ്ടെന്നാണ് എൻ്റെ കവടയിൽ കാണുന്നത്. എന്ന് വെച്ച് അതൊരിക്കലും കാണാത്തതല്ല, കാണുന്ന ആളുകൾ, മനുഷ്യർ. പത്മാവതി പേടിയോടെ കൈകളിലേക്ക് നോക്കി. എൻ്റെ ദൈവമേ, എന്താ ഈ പണിക്കരി പറയുന്നത്? ഏത് ശക്തികൾ? ഒന്നുമില്ല, അവിടെയുള്ള മനുഷ്യശക്തി. അവിടെ ഇന്ന് ഏറ്റവും ഉഷാറുള്ള മനുഷ്യശക്തി. പണിക്കർ ശാന്തനായി എന്നാൽ ഗാംഭീര്യത്തോടെ വിവരണം തുടർന്നു. ആ തറവാട്ടിൽ കുട്ടി താമസിച്ചിരുന്ന കാലത്തെ അവിടുത്തെ മൂത്ത സന്തതിയായ ഒരു ചെറുപ്പക്കാരനുമായി മായയ്ക്ക് ആത്മബന്ധം ഉണ്ടായിട്ടുണ്ടായിരുന്നു. വെറുമൊരു സൗഹൃദമായിരുന്നില്ല അത്. ആ തറവാടിൻ്റെ അന്തരീക്ഷവും നൂറ്റാണ്ടുകളുടെ പഴക്കവുമുള്ള അവിടുത്തെ നിർജീവാവസ്ഥയും അവർ തമ്മിലുള്ള ആഴത്തിലുള്ള അടുപ്പവും എല്ലാം കൂടി കുട്ടിയുടെ ചിന്തകളെ വേറൊരു തലത്തിലേക്ക് എത്തിച്ചു. പണിക്കർ അല്പം നിശബ്ദനായി വീണ്ടും കവടയിലേക്ക് നോക്കി പറഞ്ഞു. പിന്നെ ആ ബന്ധത്തിൽ കുട്ടി ബാക്കി പറയാൻ ഞാൻ ഒരു അമ്മയായി നിങ്ങളുടെ മുഖത്ത് നോക്കാൻ മടിക്കുകയാണ്. ആ ബന്ധത്തിലെ പത്മാവതി, ആ ബന്ധത്തിൽ സംഭവിച്ച ചില അനിഷ്ട സംഭവങ്ങളും ആ തറവാട്ടിൽ വെച്ചുണ്ടായ ചില ആത്മീയ മാനസിക ആഘാതങ്ങളുമാണ് ഇന്ന് അവൾ പ്രണയമായും മതം മാറാനുള്ള ചിന്തയുമായും നിഗൂഢമായ പെരുമാറ്റങ്ങളായും പുറത്തു വരുന്നത്. ആ തറവാട്ടിലെ അന്തരീക്ഷം അവളുടെ മനസ്സിൽ വലിയൊരു നിഴൽ വീഴ്ത്തിയിട്ടുണ്ട്.
അവിടെ നിന്നാണ് അവൾക്ക് സ്വന്തം കുടുംബത്തിനോടും വിശ്വാസത്തോടുള്ള മടുപ്പ് തുടങ്ങിയതും മറ്റൊരു രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയതും. പത്മാവതിയുടെ വിറക്കുന്ന കൈകൾ മാറോട് ചേർത്തു. പണിക്കരെ, ആ തറവാട്ടിൽ വെച്ച് അവൾക്ക് എന്തെങ്കിലും അരുതാത്തത് സംഭവിച്ചോ? ആ ചെറുപ്പക്കാരൻ അവളെ ചതിച്ചതാണോ, അതോ അവിടെയുള്ള ഏതെങ്കിലും ദോഷങ്ങൾ അവളെ ബാധിച്ചതാണോ? രണ്ടും ഉണ്ട് പത്മാവതി, പണിക്കർ പറഞ്ഞു. ആ തറവാട്ടിലെ ചില ആളുകൾ അവളെ അവിടുന്ന് ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് പലതും നടത്തുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, ആ തറവാട്ടിലെ മൂത്ത മകനുമായുണ്ടായ ആത്മബന്ധത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളും കുട്ടിയുടെ ബോധമനസ്സിനെ ഉലച്ചു കളഞ്ഞു. ആഘാതമാണ് അവളുടെ മനസ്സിൽ. അതെ, പഴയത് മറക്കാൻ, അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടങ്ങൾ അത് നേടാൻ കഴിയാത്തത്, അതിൻ്റെ ഒരു ഖേദം കാര്യങ്ങൾ അതുകൊണ്ടാകും. പിന്നെ അതെ, നിങ്ങൾ എന്താണെന്ന് തുറന്ന് ഒന്നുകൂടെ പറയാമോ? മഴ ശക്തി പ്രാപിച്ചതോടെ പണിക്കരുടെ വീടിന് ചുറ്റും കാട് മൂളാൻ തുടങ്ങി. മായയുടെ ഭൂതകാലത്തിലെ ഉരുളടഞ്ഞ ആ അധ്യായം തുറക്കപ്പെട്ടപ്പോൾ പത്മാവതിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. പണിക്കരെ. അതെ, മായയുടെ വയറ്റിൽ ഒരു മുസ്ലിമായ ആളുടെ കുഞ്ഞ് വളരുന്നുണ്ട്. പണിക്കരുടെ ആ വാക്കുകൾ ആ അന്തരീക്ഷത്തിൽ മുഴങ്ങി നിന്നപ്പോൾ പത്മാവതിയുടെ നെഞ്ചിലേക്ക് ഒരു പ്രഹരമേറ്റതുപോലെ തോന്നിച്ചു. ചുറ്റുമുള്ള ലോകം ആകെ കറങ്ങുന്നതായി അവർക്ക് അനുഭവപ്പെട്ടു. പെയ്യുന്ന മഴയുടെ ഇരമ്പലിൽ പണിക്കരുടെ ഗാംഭീര്യമുള്ള ശബ്ദം ഒരു പ്രവചനം പോലെ വീണ്ടും മുഴങ്ങി. പത്മാവതി, ഇനി ഞാൻ പറയാൻ പോകുന്ന സത്യം കേട്ട് നിങ്ങൾ തളരരുത്. കവടയിൽ ഇപ്പോൾ തിളങ്ങി നിൽക്കുന്ന നിങ്ങളുടെ മകളുടെ വയറ്റിൽ വളരുന്ന ജീവൻ്റെ തുടിപ്പാണ്. അതെ, മായയുടെ വയറ്റിലെ ഒരു മുസ്ലിമിൻ്റെ കുഞ്ഞ് വളരുന്നുണ്ട്. പത്മാവതി ശ്വാസമടക്കി പിടിച്ച് വിറക്കുന്ന കൈകളോടെ പണിക്കരെ നോക്കി. പക്ഷേ പണിക്കർ അല്പം മുന്നോട്ട് ആഞ്ഞിരുന്ന് കണ്ണുകളടച്ച് തുടർന്നു. അതിൻ്റെ യഥാർത്ഥ കാരണക്കാരൻ നിങ്ങൾ കരുതുന്ന പോലെ വെറുമൊരു സാധാരണക്കാരനല്ല. ആ തറവാട്ടിലെ മൂത്ത സന്തതിയായ ചെറുപ്പക്കാരനുണ്ടല്ലോ, അവൻ തന്നെയാണ് അതിൻ്റെ കാരണക്കാരൻ. ആ തറവാട്ടിൽ വെച്ചുണ്ടായ ബന്ധമാണ് ഈ കുഞ്ഞിന് കാരണം. കവടി സൂചിപ്പിക്കുന്നതിന് ജനിക്കാൻ പോകുന്ന അത് ഒരു മുസ്ലിം പെൺകുട്ടിയായിരിക്കും എന്നാൽ അതാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. എൻ്റെ ദൈവമേ, എന്തൊക്കെയാണ് ഞാനീ കേൾക്കുന്നത്? പത്മാവതിയുടെ ശബ്ദം പൂർണ്ണമായും ഇടറി. കൈകാലുകൾ തളർന്നു പോകുന്നത് പോലെ തോന്നി. കേൾക്കൂ പത്മാവതി, പണിക്കർ ശബ്ദം കടുപ്പിച്ച് പറഞ്ഞു. എനിക്കൊന്നുകൂടി പറയാനുണ്ട്. ഈ യഥാർത്ഥം അറിഞ്ഞ് നിങ്ങൾ ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ തുനിയരുത്. ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ തുനിഞ്ഞാൽ എന്ത് പ്രതിസന്ധികൾ വന്നാലും നാട്ടുകാർ എന്തൊക്കെ പറഞ്ഞാൽ ആ കുഞ്ഞിനെ നിലനിർത്തണം, വളർത്താൻ നോക്കണം. ഏതെങ്കിലും ഒരു അവസ്ഥയിലാണെങ്കിൽ പോലും ആ കുഞ്ഞിനെ നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അത് ദൈവാധീനമുള്ള ഒരു ജീവനാണ്. പണിക്കരുടെ അവസാന വാക്കും കേട്ട് കഴിഞ്ഞതും പത്മാവതി അമ്മ തളർന്നിരുന്ന് പോയി. കാലുകൾക്ക് ഉറപ്പില്ലാതെ അവർ ഉമ്മറപ്പടിയിലേക്ക് ചെരിഞ്ഞു. എൻ്റെ ദൈവമേ, എന്തൊരു വിധിയാണിത്! എൻ്റെ കൈകാലുകൾ തളരുന്നു. എനിക്കെന്തോ സംഭവിക്കുന്നത് പോലെ. എന്താണ് അറിയുന്നില്ലല്ലോ ഭഗവാനെ. അവർ നെഞ്ചത്തടിച്ച് വിതുമ്പി. നാട്ടുനടപ്പും ആചാരവും ഉറങ്ങുന്ന ആ ഗ്രാമത്തിൽ സ്വന്തം മകളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെയും അവളുടെ മാറിയ വിശ്വാസങ്ങളുടെയും ഭാരം പേറി ആ അമ്മ പണിക്കരുടെ വീടിൻ്റെ മുമ്പിലിരുന്ന് വിതുമ്പി കരഞ്ഞു. കള്ളും മുള്ളും നിറഞ്ഞ പാടവരമ്പിലൂടെ തിരികെ നടക്കുമ്പോഴും പണിക്കർ പറഞ്ഞ മുന്നറിയിപ്പുകൾ അവരുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ആ കുഞ്ഞിനെ നശിപ്പിക്കരുത്, അവളെ കഷ്ടപ്പെടുത്തരുത്. തൻ്റെ വീടിനുള്ളിൽ തനിക്കായി കാത്തിരിക്കുന്ന മായയോട് ഈ സത്യങ്ങൾ എങ്ങനെ ചോദിക്കുമെന്നറിയാതെ പത്മാവതി മഴയത്ത് തളർന്ന് നടക്കുകയാണ്. പണിക്കരുടെ പടിയിറങ്ങി തിരികെ നടക്കുമ്പോൾ പത്മാവതി അമ്മയുടെ കാലുകൾക്ക് മുൻപെങ്ങുമില്ലാത്തൊരു ഭാരമുണ്ടായിരുന്നു. പെയ്യുന്ന മഴയത്ത് പാടവരമ്പത്തെ ചളിയിലൂടെ അവർ ആടി ഉലഞ്ഞു നടന്നു. മനസ്സിൽ പണിക്കരുടെ വാക്കുകൾ പ്രഹരം പോലെ വീണ്ടും വീണ്ടും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. മകളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ്, തറവാട്ടിലെ മൂത്ത മകനുമായി ഉണ്ടായ ബന്ധം, ജനിക്കാൻ പോകുന്നത് ഒരു മുസ്ലിം പെൺകുഞ്ഞ്. ആ കുഞ്ഞിനെ നശിപ്പിക്കരുത്. വീട്ടിലെത്തിയപ്പോൾ ഉമ്മറത്ത് ആരും ഉണ്ടായിരുന്നില്ല. ചാറ്റൽ മഴ ഏറ്റ് പത്മാവതി അമ്മയുടെ വസ്ത്രങ്ങളാകെ നനഞ്ഞൊട്ടിയിരിക്കുന്നു. വിറക്കുന്ന കൈകളോടെ അവർ വീടിൻ്റെ പൂമുഖം കടന്ന് മായയുടെ മുറി ലക്ഷ്യമാക്കി നടക്കുന്നു. മുറിയുടെ വാതിൽ പതുക്കെ തുറന്നു കിടക്കുകയായിരുന്നു. ജനലിനരികിൽ പുറത്തെ മഴയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു മായ. അവളുടെ മുഖത്ത് വലിയൊരു ഭാവഭേദങ്ങളും ഉണ്ടായിരുന്നില്ല. ആകാശത്ത് തെളിയുന്ന കറുത്ത മേഘങ്ങളെ നോക്കി എന്തൊക്കെയോ ആഴത്തിൽ ചിന്തിക്കുകയാണ് അവൾ. പത്മാവതി അമ്മ വാതിൽപ്പടിയിൽ നിന്നു. അവരുടെ
കണ്ണുകളിൽ നിന്ന് അടക്കാനാവാത്ത കണ്ണുനീർ തുള്ളികൾ വഴുതി വീണു. അമ്മയുടെ സാന്നിധ്യം അറിഞ്ഞ മായ പതുക്കെ തിരിഞ്ഞു നോക്കി. അമ്മ എവിടെ പോയതായിരുന്നു? ഈ കട്ടമഴയത്ത് എന്തൊരു പെരുമഴയായിരുന്നു. ദേ ആകെ നനഞ്ഞിരിക്കുന്നു, മായ ശാന്തിയായി ചോദിച്ചു. എന്നാൽ പത്മാവതി അമ്മ മറുപടി പറയുന്നതിന് പകരം വിറക്കുന്ന കാലുകളോടെ മകളുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ 2 കൈകളും ചേർത്ത് പിടിച്ച് മുഖത്തെ കുറ്റു നോക്കി. അമ്മയുടെ ഈ വല്ലാത്ത ഭാവം കണ്ട് മായ അല്പം പരിഭ്രാന്തയായി. അമ്മേ, എന്തു പറ്റി? എന്തിനെങ്ങനെ നോക്കുന്നത്? മായേ, പാർവതി അമ്മയുടെ ശബ്ദം തൊണ്ടയിൽ കുടുങ്ങി. നീ എന്നോട് എന്തൊക്കെയോ മോളെ മറച്ചു വെച്ചത്? ഞാനിപ്പോൾ പണിക്കരുടെ അടുത്ത് പോയതായിരുന്നു. നിന്റെ മാറ്റങ്ങൾ കണ്ട് നെഞ്ച് പൊട്ടിപ്പോയത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പണിക്കരുടെ പേര് കേട്ടതും മായയുടെ മുഖത്തെ ശാന്തത മാറി. അവിടെ ചെറിയൊരു ഞെട്ടൽ നിഴലിച്ചു. അവൾ കൈകൾ വിടുവിക്കാൻ ശ്രമിച്ചെങ്കിലും അമ്മ കൂടുതൽ മുറുകെ പിടിച്ചു. അവിടെ നിരന്നപ്പോൾ ഞാൻ കേട്ട കാര്യങ്ങൾ, ഭഗവാനെ, എൻ്റെ കരൾ പിളരുന്ന സത്യങ്ങളാണ് മോളെ. അദ്ദേഹം പറഞ്ഞത്, ആ തറവാട്ടിൽ വെച്ച് നിനക്ക് എന്താ സംഭവിച്ചത് മായേ? അവിടുത്തെ മൂത്ത മകനുമായി ജസീറുമായി നിനക്ക് എന്തായിരുന്നു ബന്ധം? അതുകൊണ്ട് നിൻ്റെ വയറ്റിൽ വളരുന്ന ആ ജീവൻ? മായ ഒരു നിമിഷം തരിച്ചു നിന്നു. അവളുടെ കണ്ണുകൾ വിടർന്നു, ചുണ്ടുകൾ വിറച്ചു. വയറ്റിൽ കൈവച്ചുകൊണ്ട് അവൾ പതറിയ ചുവടുകളോടെ പിറകോട്ട് മാറി. അമ്മേ, അത് പറ മോളെ, സത്യമല്ലേ അത്? പത്മാവതി അമ്മ നെഞ്ചത്തടിച്ച് വിതുമ്പി. നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞു ജീവൻ വളരുന്നുണ്ടെന്നത് പണിക്കർ പറഞ്ഞു. അത് ആ തറവാട്ടിലെ ചെറുപ്പക്കാരൻ്റെ ചോരയാണെന്ന്. മോളെന്തിനാ ഇത് അമ്മയോട് മറച്ചു വെച്ചത്? സത്യം പറ മോളെ, അത് ജസീർ നിന്നെ എന്തെങ്കിലും ചെയ്തോ? അതെ. ആ വാക്കുകൾക്ക് മുമ്പിൽ അവൾക്ക് ഉത്തരം പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അമ്മ, എന്നോട് ക്ഷമിക്കണം. ഞാനൊന്നും അറിഞ്ഞുകൊണ്ടല്ല. എന്ത് ചെയ്യാൻ, ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. ഞാൻ അറിയാത്ത രീതിയിൽ. ആ അമ്മക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. മോളെ, നീ എന്തൊക്കെയാണ് പറയുന്നത്? എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല മോളെ. പക്ഷെ മോളെ, ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് പണിക്കരെ. അതായത്, നിനക്ക് നല്ല മാനസിക ആഘാതമുണ്ട്, ശരിയാണ്. പക്ഷേ നീ മതം വിട്ട് ജസീറിൻ്റെ, ആ തറവാട്ടിലെ മൂത്ത മകൻ യുവാവിൻ്റെ കുഞ്ഞിനെ ഒരിക്കൽ പോലും നശിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് മോളെ. അതൊരു പെൺകുഞ്ഞായിരിക്കും അത്ര എന്നാണ് പണിക്കർ കാണുന്നത്. എൻ്റെ ദൈവമേ, എന്തൊക്കെയാണ് നീ ചെയ്തു വച്ചിരിക്കുന്നത്? അമ്മയുടെ വാക്കുകൾ കേട്ട് മായയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അവൾ നിലത്തേക്ക് തളർന്നിരുന്ന് അത് കരയാൻ തുടങ്ങി. മനസ്സിൽ അടക്കി പിടിച്ച രഹസ്യങ്ങളുടെ ഭാരം താങ്ങാനാവാതെ അവൾ അമ്മയുടെ കാലുകൾ കെട്ടിപ്പിടിച്ചു. അമ്മേ, എന്നോട് ക്ഷമിക്കണമേ. ഞാൻ അറിയാതെ തെറ്റ് പറ്റിപ്പോയതാണ്. ആ തറവാട്ടിൽ വെച്ച് അവൻ എന്നെ പല ദിവസങ്ങളിലായി. എനിക്കൊന്നും അറിയില്ലായിരുന്നു. ലോകത്തിൻ്റെ പരിഹാസത്തിൽ നിന്ന് എനിക്ക് അറിയില്ല അമ്മേ ഒന്നും. ജസീർ എന്നെ പവിത്രമായി സ്നേഹിച്ചു. എനിക്ക് തോന്നി അതെ, എന്നേക്കുമായി. പക്ഷെ അപ്പോഴേക്കും അമ്മ എനിക്കൊരു വാഗ്ദാനം നൽകിയിരുന്നു, നിന്നെ വിവാഹം കഴിക്കും എന്നുള്ളത്. പക്ഷേ ഒന്നുകൊണ്ട് മോളെ വിഷമിക്കേണ്ടേ? അതിനൊക്കെ സമയമുണ്ടല്ലോ. പൊന്നു മോളെ, പണിക്കർ എന്നോട് കൃത്യമായി സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ട്. അതായത്, എന്ത് പ്രതിസന്ധി വന്നാൽ ആ കുഞ്ഞിനെ കളയരുതെന്ന്. അവൾ ഈ ഭൂമിയിലേക്ക് വരേണ്ടവളാണെന്ന്. നിന്റെ വയറ്റിൽ വളരുന്നത് ഒരു പെൺകുഞ്ഞാണ് മോളെ. ആ കുഞ്ഞിനെ നഷ്ടപ്പെടുത്താൻ ഈ അമ്മ സമ്മതിക്കില്ല. അമ്മയുടെ മാറിലേക്ക് മുഖം ചേർത്ത് മായ വിങ്ങി വിങ്ങി കരഞ്ഞു. പുറത്ത് നല്ല മഴ അതിൻ്റെ ശക്തി കുറച്ച് ശാന്തമായി പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അത് അമ്മയും ആ മകളും തങ്ങളുടെ മുന്നിൽ കടന്നു വരുന്ന വലിയൊരു കൊടുങ്കാറ്റിനെ കണ്ണീരിൽ നനയിച്ച് നേരിടുവാൻ തയ്യാറാവുകയായിരുന്നു. അതെ, അമ്മ അറിഞ്ഞു കഴിഞ്ഞു. അത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അവൾ കരഞ്ഞു തളർന്നു. പക്ഷേ അമ്മ പറഞ്ഞ വാക്ക്, പണിക്കർ പറഞ്ഞ വാക്ക്, ഒരിക്കലും കുഞ്ഞിനെ നഷ്ടപ്പെടുത്തരുത് എന്നാണ്. അല്ലെങ്കിലും എനിക്ക് പടച്ചോൻ തന്ന ആദ്യത്തെ കുഞ്ഞിനെ ഞാൻ എങ്ങനെ നഷ്ടപ്പെടുത്തും? അത് അവൾ വീണ്ടും അള്ളാഹുവിനെ കുറിച്ച് ഓർത്തു. അവൾ തട്ടം വിട്ടു. അവൾ അവളുടെ വയറ്റിൽ പതുക്കെ കൈവച്ചിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നെ, അള്ളാഹു എനിക്ക് നൽകിയതാണ് നിന്നെ. എനിക്ക് ഇസ്ലാമിലേക്ക് വരണം. എനിക്ക് അതിനെക്കുറിച്ച് പഠിക്കണം. ഒരുപാട് ആഗ്രഹമുണ്ട്. ആരൊക്കെ തന്നെ എതിർത്താലും എനിക്ക് ഈ കുഞ്ഞിൻ്റെ ഉമ്മയായിട്ടെങ്കിലും ജീവിക്കണം. അതെ, പുളിക്കൽ തറവാട്ടിലെ ജസീറിൻ്റെ ഭാര്യയായി ജീവിക്കാൻ ഒരു പക്ഷേ എന്നെ അവിടുത്തെ ഉമ്മ സമ്മതിക്കില്ല.
അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ കുഞ്ഞിൻ്റെ മുസ്ലിമായ ഉമ്മയായി ജീവിക്കണം. മായയുടെ ആഗ്രഹം അതായിരുന്നു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.